Hi all, good morning. So, നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് സ്കൂൾ സൈക്കോളജി ആണ്. ഒരു ഇലക്ടീവ് പേപ്പർ ആണ്. അത് ജനറൽ ഹോണേഴ്സുകാർക്കും ജനറലുകാർക്കും ഒരുപോലെയുള്ള ഒരു ഇലക്ടീവ് പേപ്പർ ആണ് നമ്മുടെ സ്കൂൾ സൈക്കോളജി എന്ന് പറയുന്നത്. കോഡ് ഞാൻ പറഞ്ഞുതരാം. സെക്കൻഡ്. BPCS 184. BPCS 184 സ്കൂൾ സൈക്കോളജി ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു നിങ്ങൾ ആസ് എ സൈക്കോളജി സ്റ്റുഡന്റിന് ഒരു ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ഒരു ഇലക്ടീവ് പേപ്പർ കൂടിയാണ് നമ്മുടെ സ്കൂൾ സൈക്കോളജി എന്ന് പറയുന്നത്. നോക്കാം എന്താണ് സ്കൂൾ സൈക്കോളജി, അല്ലെങ്കിൽ ശരിക്കും സ്കൂൾ സൈക്കോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എപ്പോഴും കൺഫ്യൂഷൻ ആവാതെ എഡ്യൂക്കേഷണൽ സൈക്കോളജി, സ്കൂൾ സൈക്കോളജി. സ്കൂൾ സൈക്കോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്കൂളിലുള്ള കുട്ടികളുടെ പ്രശ്നങ്ങൾ, പഠന പ്രശ്നങ്ങൾ ഉണ്ടാവാം, അവർക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം, അതൊക്കെ നല്ല രീതിയിൽ പരിഹരിച്ച് ആ സ്കൂളിന്റെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ആ കുട്ടിയുടെ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യുക, പഠനം ആയിക്കോട്ടെ കുട്ടിയുടെ സ്വഭാവം ആയിക്കോട്ടെ എൻഹാൻസ് ചെയ്യുക. ഇതാണ് സ്കൂൾ സൈക്കോളജി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മാം, ഇത് മാം അന്ന് അയച്ചെന്നത് കൂടുതലില്ല, ഈ ബുക്ക് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം അതിന്റെ നോട്ട് ഇതിന് മെറ്റീരിയൽസ് കിട്ടാൻ വേണ്ടി ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. ഇഗ്നോയുടെ മെറ്റീരിയൽ ആണെങ്കിൽ പോലും ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളെടുത്ത ഇലക്ടീവ് ആണോ? നമുക്ക് നോക്കാം വർഷത, കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് 2 ഫ്രീ ക്ലാസ് ആണ് സ്കൂൾ സൈക്കോളജി. ഫസ്റ്റ് ചാപ്റ്റർ ഫ്രീ ക്ലാസ് ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. 2 ഫ്രീ ക്ലാസ്സസ് നിങ്ങൾക്ക് ഉണ്ടാവും. ഇത് അതിന്റെ ഫസ്റ്റ് ഫ്രീ ക്ലാസ് ആണ് കേട്ടോ. അപ്പൊ സ്കൂൾ സൈക്കോളജി. The school counselor were traditionally directed to cater of the needs of children who belong to at-risk population and students with special need. പണ്ട് സ്കൂൾ സൈക്കോളജി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അറ്റ്-റിസ്ക് ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആയിരുന്നു. അതായത് അറ്റ്-റിസ്ക് പോപ്പുലേഷൻ, അതായത് വൾണറബിൾ ആയിട്ടുള്ള കുട്ടികൾ, അതായത് ഇപ്പൊ ഏതെങ്കിലും സ്ലം ഏരിയാസ് എന്ന് വരികയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്താ പറയാ അറ്റ് റിസ്ക് ആയിട്ടുള്ള ഏരിയകൾ, അല്ലെങ്കിൽ എന്താ പറയാ റിസ്ക് ഏതെങ്കിലും പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉള്ളവർ, അല്ലെങ്കിൽ സ്പെഷ്യൽ നീഡ്സ്, ഡെവലപ്മെന്റൽ ഡിസോർഡർ ഒക്കെ ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരുന്നു ട്രഡീഷണലി സ്കൂൾ കൗൺസിലേഴ്സ് പ്രവർത്തിച്ചുകൊണ്ട് ഇരുന്നത്. While working towards students' mental health concern, the school counselors is typically engaged in the individuals and group sessions and guided services. കണ്ടോ, മെന്റൽ ഹെൽത്ത് കൺസേൺ വെച്ചിട്ട് തന്നെയാണ് സ്കൂൾ കൗൺസിലേഴ്സ് വർക്ക് ചെയ്യുന്നത്. എന്താണ്, ഗ്രൂപ്പ് സെഷൻസും ഗൈഡൻസ് സർവീസും ഒക്കെയാണ് കൊടുത്തുകൊണ്ട് ഇരിക്കുന്നത്. Professionalizing of school psychology discipline is still its infancy stage ആണ് in India, with a limited institute attitude of a professional course in this field. ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ സ്കൂൾ സൈക്കോളജി ഇന്നും എന്താ പറയാ ഒരു ഇൻഫൻസി സ്റ്റേജ്, ന്യൂ ബോൺ സ്റ്റേജിൽ തന്നെയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്നും അധികം ഇല്ലല്ലോ സ്കൂൾ സൈക്കോളജി പ്രൊവൈഡ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടും സ്കൂൾ സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്നും ഇല്ല. ട്രഡീഷണലി സ്കൂൾ കൗൺസിലേഴ്സ് ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അറ്റ് റിസ്ക് പോപ്പുലേഷനെയും സ്പെഷ്യൽ നീഡുള്ള കുട്ടികളെയും, അതായത് അവർ മെന്റൽ ഹെൽത്ത് കൺസേണിന് വേണ്ടി ഗ്രൂപ്പ് സെഷനും ഗൈഡൻസ് സർവീസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പണ്ട്. ആൻഡ് പ്രൊഫഷണൽ സ്കൂൾ സൈക്കോളജി പറയുന്നത് ഇപ്പോഴും ഇൻഫൻസി സ്റ്റേജിലാണ്. ഇപ്പോഴും സ്കൂൾ സൈക്കോളജിക്ക് ഇന്ത്യയിലൊന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് പോലും മര്യാദയ്ക്ക്. ഓക്കെ, ഇനിയാണ് ഡെഫിനിഷൻ പറയുന്നത്, ഡിഫൈനിങ് സ്കൂൾ സൈക്കോളജി. സൈക്കോളജിയുടെ ഒട്ടുമിക്ക ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് APA ആണ്, അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ. ഓക്കെ, അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ ഡിഫൈൻസ് സ്കൂൾ സൈക്കോളജി ആസ് school psychology is a general practice and health service provider specialty of professional psychology that is concerned with the science and practice of psychology with the children, youth, families, learners of all ages and schooling process. The basic education and training of school psychologists prepare them to provide a range of psychological assessments, interventions, prevention,
health promotion and program development and evaluation services with a special focus on developmental processes of children and youth within the context of school, family and other systems. വലിയൊരു ഡെഫിനിഷൻ ആണ്, പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ്. സ്കൂൾ സൈക്കോളജി ഒരു ജനറൽ പ്രാക്ടീസ് ആണ്, ഹെൽത്ത് സർവീസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? സ്പെഷ്യാലിറ്റി ഓഫ് പ്രൊഫഷണൽ സൈക്കോളജി ആണ്. അവിടെ എന്താ ചെയ്യുന്നത്? സയൻസ് ആൻഡ് പ്രാക്ടീസ് ആണ് ചെയ്യുന്നത്. സൈക്കോളജി വിത്ത് ചിൽഡ്രൻ, കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കോളേജ് ലെവലാണെങ്കിലും സ്കൂൾ സൈക്കോളജി തന്നെയാ പറയാട്ടോ, അല്ലെങ്കിൽ കോളേജ് സൈക്കോളജി എന്നൊന്നും സാധനമല്ല. ഇപ്പൊ കോളേജിലായിക്കോട്ടെ സ്കൂൾ സൈക്കോളജി തന്നെയാണ്. ചിൽഡ്രന്, യൂത്തിന്, ഇവരുടെ ഫാമിലീസിന്, ലേണേഴ്സ് ഓഫ് ഓൾ ഏജ്, ഏത് ഏജിൽ. അപ്പൊ ഒരു PhD പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ്, ഒരു 45, 50, 60 വയസ്സുള്ള സ്റ്റുഡന്റ് ഒരു കോളേജിലുണ്ട്. അവർക്ക് സ്കൂൾ സൈക്കോളജിസ്റ്റ് തന്നെയാണ് കോളേജ് ലെവലിലുള്ള പ്രശ്നങ്ങൾ പുറത്തു കൊടുക്കാം. The basic education and training of school psychologists prepare them to provide a range of psychological services. കണ്ടോ, എന്തൊക്കെയാണ് സ്കൂൾ സൈക്കോളജിസ്റ്റ് ഈ സ്കൂളിലോ കോളേജിലുള്ള കുട്ടികൾക്ക് വേണ്ടി ചെയ്യാന്നാണ് പറയുന്നത്. സൈക്കോളജിക്കൽ അസസ്മെന്റ് നടത്തും, IQ, EQ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇന്റർവെൻഷൻസ്, പഠനത്തിനായിട്ടുള്ള അവർക്കുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തി കൊടുക്കും. ഇതാണ് ഇന്റർവെൻഷൻസ്. ചിലപ്പോൾ പഠന വൈകല്യോ അങ്ങനെ എന്തെങ്കിലും ഇന്റർവെൻഷൻസ്. പ്രിവെൻഷനിൽ വരുന്നത് ലഹരി ഉപയോഗം, അതുപോലെ തന്നെ അഡിക്ഷൻ, മറ്റേ സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഒക്കെ പ്രിവെൻഷൻ. ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യും. ആൻഡ് പ്രോഗ്രാം ഡെവലപ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ സർവീസ് വിത്ത് സ്പെഷ്യൽ ഫോക്കസ് എന്തിനാണ് കൊടുക്കാറ്? ഇവര് എല്ലാ കുട്ടികൾക്കും ഫോക്കസ് കൊടുക്കുന്നുണ്ടെങ്കിലും സ്പെഷ്യൽ ഫോക്കസ് കൊടുക്കുന്നത് നമ്മുടെ ആർക്കാണ്? ഡെവലപ്മെന്റൽ പ്രോസസ് ഓഫ് ചിൽഡ്രൻ ആൻഡ് യൂത്ത് വിത്തിൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് സ്കൂൾ, ഫാമിലി ആൻഡ് സിസ്റ്റം. കേട്ടോ, ഒരു ഡെവലപ്മെന്റൽ പ്രോസസ്സിനാണ് കൂടുതലും ഇവിടെ. ചിൽഡ്രന്, ഫാമിലിക്ക്, സ്കൂള്, ആ ഫാമിലിയിലും സ്കൂളിലൊക്കെ വരുന്ന ചിൽഡ്രന്, യൂത്തിന് ഒക്കെയാണ് കൊടുക്കുന്നത്. അപ്പൊ അമേരിക്കൻ സൈക്കോളജി എന്താണ് നമ്മുടെ സ്കൂൾ സൈക്കോളജിയിൽ പറഞ്ഞിരിക്കുന്നത്? ഒരു പ്രൊഫഷണൽ സൈക്കോളജി ആണ്, സയൻസ് ആൻഡ് പ്രാക്ടീസ് ആണ് ചെയ്യുന്നത്. സൈക്കോളജി വിത്ത് ചിൽഡ്രൻ, യൂത്ത് ആൻഡ് ഫാമിലീസ് ആണ് കൊടുക്കുന്നത്. ലേണേഴ്സ് ഓഫ് ഓൾ ഏജസ്. ഓക്കെ, മെയിൻ ആയിട്ട് സ്കൂൾ സൈക്കോളജിസ്റ്റ് ചെയ്യുക, ഇന്റർവെൻഷൻസ് ചെയ്യും, അതുപോലെ തന്നെ സൈക്കോളജിക്കൽ അസസ്മെന്റ്, പ്രിവെൻഷൻ, ഹെൽത്ത് പ്രൊമോഷൻ, പ്രോഗ്രാം ഡെവലപ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ സർവീസസ്. പല പ്രോഗ്രാം അവർ ഡെവലപ്പ് ചെയ്യും, കുട്ടികൾക്ക് പഠനത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താമെന്നുള്ളത്. അവിടെ ഫോക്കസ് ചെയ്യുന്ന ഡെവലപ്മെന്റൽ കാര്യങ്ങളാണ്. Focus on developmental process of children and youth within the context of school, family, and system. സ്കൂളും ഫാമിലി, അതുപോലെ കോളേജ്, അതുപോലെ അങ്കണവാടി, ഇതൊക്കെയാണ് ഫോക്കസ് ആയിട്ട് വരാം. ഓക്കെ ആണോ? ഇത് APA പറഞ്ഞ ഡെഫിനിഷൻ ആട്ടോ. ഒരു ഡെഫിനിഷൻ എന്തായാലും പഠിച്ചു വെക്കണം. APA പറഞ്ഞ ഡെഫിനിഷൻ ആണ് പറയും. ഓക്കെ ആണോ? ഒന്ന് പറഞ്ഞേ, പറയണേ നിങ്ങള്. ഇനി പറയാൻ പോകുന്നത് ഇന്റർനാഷണൽ സ്കൂൾ സൈക്കോളജി അസോസിയേഷൻ. ഈ സ്കൂൾ സൈക്കോളജിക്കായിട്ട് അസോസിയേഷൻ ഉണ്ട്, അതാണ് ഇന്റർനാഷണൽ സ്കൂൾ സൈക്കോളജി അസോസിയേഷൻ, അല്ലെങ്കിൽ ISPA എന്ന് പറയും. The term school psychology is used in general form to refer professional prepared in psychology. Psychology professionals are and education who are recognized as specialists in provision of psychological service to children and youth within the context of school, family and other settings that impact their growth and development. School, families, other sectors, our growth and development in a kuttigalkum, children, and then vendi practice the special professionals are school psychologists. അതായത് യൂത്തും ചിൽഡ്രനും എവിടെ സ്കൂൾ ഫാമിലി അതർ സെറ്റിംഗ്സിൽ അവരെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇമ്പാക്ട് ചെയ്യുന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റുകളാണ് ആര് സ്കൂൾ സൈക്കോളജിസ്റ്റ്. ഇതാണ് ഇന്റർനാഷണൽ സ്കൂൾ സൈക്കോളജി അസോസിയേഷൻ പറഞ്ഞിരിക്കുന്നത്. രണ്ട് ഡെഫിനേഷനും ഒരേപോലെയാണ്, എളുപ്പമുള്ളൊന്ന് പഠിച്ചു. ഓക്കെ ആണോ? പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ ഓക്കെ ആണോന്ന്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് സ്കൂൾ സൈക്കോളജി, നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് സ്കൂൾ സൈക്കോളജി, നീഡ് ആൻഡ് റെലവൻസ് ഓഫ് സ്കൂൾ സൈക്കോളജി. എന്തിനാണ് സ്കൂൾ സൈക്കോളജി? അക്കോർഡിംഗ് ടു 2011 സെൻസസ്, ഇന്ത്യയുടെ സെൻസസ് അനുസരിച്ച് ഇന്ത്യ ഹാസ് 37.24 crore. ഓവറോൾ പോപ്പുലേഷനിൽ വരുന്നത് 121.1 crore ആണ്. അതിൽ 37.24 crore in age of group 0 to 40 years. കണ്ടോ, 121 കോടി ജനങ്ങളാണ്
121.1 കോടി ജനങ്ങളാണ് ഇന്ത്യയിൽ 2011 സെൻസസിൽ ഉണ്ടായിരുന്നത്. അതിൽ 37.24 കോടി കുട്ടികളാണ് ഏത് 0 to 14 years with the constitutes of 30.76 of total population. കണ്ടോ, ടോട്ടൽ പോപ്പുലേഷന്റെ 37% എന്താണ്, നമ്മുടെ കുട്ടികളാണ്. ചിൽഡ്രൻ ഇൻ ഇന്ത്യ 2018 സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രൈസിലാണ് ഇത് പറയുന്നത്. There are several government initiatives that aim at fulfilling the educational needs of children in this country, like Sarva Shiksha Abhiyan and Right to Education, thus ensuring a greater enrollment of students and lower rate of school dropouts. കാരണം ഒരുപാട് പ്രോഗ്രാംസ് ഇന്ത്യയിലുണ്ട് എന്ത് കുട്ടികളെ പഠനത്തിലേക്ക് കൊണ്ടുവരാനും ഡ്രോപ്പ് ഔട്ട്സ് ഒഴിവാക്കണം. എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്. ഞാൻ ഡൽഹിയിൽ ജാമിയ മിലിയ ഇസ്ലാമിയുടെ എൻട്രൻസ് എഴുതിപ്പിക്കാൻ എന്റെ പിള്ളേരെ ആയിട്ട് ഡൽഹി പോയ സമയത്ത് 13 വയസ്സൊക്കെ 14 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ സാരി കൊടുത്തിട്ടാണുള്ളത്. അവരെ കൂടെ ചെറിയ പിള്ളേരും ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ മനസ്സിലായത് സസുരാളിന്ന് വരികയാണ്, അതായത് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് വരികയാണെന്നാ പറഞ്ഞത്. ഭർത്താവിന്റെ സിസ്റ്ററും കൂടെ ഉണ്ട്, അത് നാത്തൂനും ഉണ്ട്. നാത്തൂന് 5-6 വയസ്സൊക്കെ ഉണ്ടാവും. സ്കൂളൊന്നും അവർ പോയിട്ടേ ഇല്ല. നമ്മൾ കേരളം പോലെയല്ല. കേരളം വിട്ട് കഴിഞ്ഞാൽ എസ്പെഷ്യലി ഒരു എന്താ പറയാ, ഈ ഒരു കേരള, തമിഴ്നാട്, കർണാടകത്തിന്റെ ഒക്കെ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ, നോർത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ട്. സർവശിക്ഷ അഭിയാൻ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ. എന്താണ്, കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ടെന്നും സ്കൂളിലെ ഡ്രോപ്പ് ഔട്ട് ഒഴിവാക്കാനാണ്. സ്കൂൾ therefore works as an attractive community base to able to reach out a large number of children. കേട്ടോ, സ്കൂൾ അങ്ങനെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ആയിട്ട് മാറ്റുന്നത് കുറെ കുട്ടികളെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ ഫ്രീ എഡ്യൂക്കേഷൻ also be making sure that mental health in school psychology school കുട്ടികളും mental health program beneficial ആയിട്ടുള്ള കണ്ടെത്തി. The last few decades have seen a steep rise in interest that is generated towards psychology courses. കണ്ടോ, സൈക്കോളജി കോഴ്സിൽ തന്നെ ഇൻട്രസ്റ്റ് കൂടി വരികയാണ് അല്ലെ. നിങ്ങൾ ഓരോരുത്തരും സൈക്കോളജി പഠിക്കാനും ഇൻട്രസ്റ്റോടെ തന്നെയാണ്. ബാക്കിയുള്ള സബ്ജക്റ്റിലും എനിക്ക് ഡിസ്റ്റൻസ് സ്റ്റഡീസിലൊക്കെ സൈക്കോളജി ആഗ്രഹിച്ച് വരുന്നവർ. More schools have started offering psychology at higher secondary level. സ്കൂളുകളിൽ തന്നെ സൈക്കോളജി ഉണ്ട്. ഹയർ സെക്കൻഡറി ലെവലില് +2 സൈക്കോളജി സബ്ജക്ട് തന്നെയുണ്ട്. In college courses, however, there have been a pattern in subject selection that has remained unchanged for decades. Majority of the students opting for psychology major have an inclination towards the specialization field of clinical psychology. പക്ഷേ നമ്മള് ഇതിലോട്ട് വരികയാണെങ്കിൽ, കോളേജിലേക്ക് വരാണെങ്കിൽ ഇപ്പോഴും ക്ലിനിക്കൽ സൈക്കോളജിയിലാണ് കുറെ കൂടെ. പക്ഷെ നമുക്ക് സ്പെഷ്യലൈസേഷന്റെ മീനിങ് ശരിക്കും അറിയായിട്ടാണ്. ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുന്നത് മാനസിക രോഗികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാ, തെറാപ്പി കൊടുക്കുന്നവരാ. അതായത് വേൾഡ് പോപ്പുലേഷൻ ആകെ 2% മാത്രമാണ് മാനസിക രോഗികൾ ഉള്ളത്. അത് മരുന്ന് കഴിക്കുന്ന രോഗികൾക്ക് സൈക്കാട്രിസ്റ്റ് മരുന്ന് കൊടുക്കും, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് തെറാപ്പി കൊടുക്കും. പക്ഷെ എല്ലാവരും വിചാരം ക്ലിനിക്കൽ സൈക്കോളജിയാണ് സ്പെഷ്യലൈസേഷൻ, അതാണ് ഏറ്റവും വലുതെന്ന്. അല്ല, അങ്ങനെയല്ല. എല്ലാത്തിനും അതിന്റെ മാനസിക രോഗികൾക്ക് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് വേണം. ഞാനൊരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ്. അതായത് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഡീൽ ചെയ്യുന്ന ആൾക്കാർ. ഒരു സ്പെഷ്യലൈസേഷൻ അതാ വരാതെ. സ്കൂൾ സൈക്കോളജിസ്റ്റ് നല്ല സ്കോപ്പ്, അത്രയും സ്കോപ്പാണ്. ഇന്ത്യയിൽ വൈകാണ്ട് വരും കേട്ടോ. The job of school counselor is one of the most visible option for a psychology fresher. ഏറ്റവും നല്ലത് സ്കൂൾ സൈക്കോളജിസ്റ്റ് ആയിട്ട് ഇരിക്കാന്നുള്ളതാ. Often students who have been trained in clinical or counseling psychology apply for jobs in schools set up as school counselor or school psychologist. സ്കൂൾ സൈക്കോളജിസ്റ്റ് കേൾക്കുമ്പോഴേക്കും സ്കൂളിലെ കുട്ടികളുടെ മാനസിക രോഗം തീർത്തെടുക്കാന്നുള്ളതാണ്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇവിടെ ഇപ്പൊ നമ്മള് കൗൺസിലേഴ്സും കൗൺസിലിംഗ് സൈക്കോളജിയും ക്ലിനിക്കൽ സൈക്കോളജിക്കാരൊക്കെ സ്കൂൾ സൈക്കോളജിസ്റ്റിന് അപ്ലൈ ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ്? സ്കൂൾ സൈക്കോളജി ഒരു കോഴ്സ് നമുക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്ന പോലെ സ്കൂളിലെ കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങൾ തീർക്കുന്നവരല്ല കേട്ടോ. അവരുടെ പഠനത്തിന് അവരുടെ ലേണേഴ്സിനെ മുന്നോട്ട് കൊണ്ടുവരാ എന്നുള്ളത്. നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഒരു റൂം ഇട്ട് അവിടെ ഇരിക്കുക, അങ്ങനെയൊന്നുമല്ല. സ്കൂൾ സൈക്കോളജിസ്റ്റ് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഫ്രീ പീരീഡ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ക്ലാസ്സിലേക്ക് കയറി ചെന്ന് പാട്ടും കഥയും ഒക്കെ പറഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലും കളികളൊക്കെ കളിപ്പിച്ച് നമ്മള് കുട്ടികളെ നമ്മളുടെ ഒരു ഫ്രണ്ട് ആയിട്ട് കണ്ട് നമ്മൾ പറയും, എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് വന്ന്. അത് റൂമൊന്നുമല്ല, ചിലപ്പോൾ ലൈബ്രറിയിൽ ഇരുന്നിട്ടേക്കും, ചിലപ്പോൾ ഒരു മരത്തിന്റെ ചോട്ടിൽ ഇരുന്നിട്ടൊക്കെ ആയിരിക്കും വർത്താനം പറയണത്. നമ്മളെ നാട്ടിലെ സ്കൂൾ സൈക്കോളജിസ്റ്റ് ആണ് പ്രശ്നമുള്ള കുട്ടികളെ കൊണ്ടിടുന്ന സ്ഥലം എന്നൊക്കെയാണ്. കൗൺസിലർ അടുത്ത് പോകുന്നവരാണ്. എനിക്ക് അറിയുന്ന ഒരു കോഴിക്കോടുള്ള ഒരു സ്കൂളുണ്ട്. അവിടെ കുട്ടികളുടെ അഫയർ കണ്ടുപിടിക്കലാണ് ആ സൈക്കോളജിസ്റ്റിന്റെ പണി. ഞാൻ നല്ല ചീത്ത വിളിച്ചിട്ടുണ്ടായിരുന്നു. ഡിസ്റ്റൻസ് ആണ് ആ കുട്ടി ചെയ്തിട്ടുണ്ട്. ഏതൊരു യൂണിവേഴ്സിറ്റി, എന്നാലും IGNOU എന്നല്ല, ഏതോ ഒരു യൂണിവേഴ്സിറ്റിന്ന് ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യാണ്. ഞാൻ ചീത്ത വിളിക്കാണ്. ഞാൻ വിളിച്ചു,
അഡോളസൻസ് പ്രായത്തില് ഓപ്പോസിറ്റ് സെക്സിനോട് അട്രാക്ഷൻ തോന്നും, ഇൻഫാക്ച്വേഷൻ ആണ്. അത് കണ്ടുപിടിച്ച കുട്ടികൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ അല്ലെങ്കിൽ കുട്ടി എന്നെ വിളിച്ച് പേഴ്സണലി പറഞ്ഞതാ, മാം എനിക്ക് ആ റൂമിൽ പോകുന്ന കുട്ടികളൊക്കെ ചീത്ത കുട്ടികളായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ അഫെയർ ഉള്ള കുട്ടികളായിട്ട്. എന്ത് തെമ്മാടിത്തരാണ് അതൊക്കെ. കോഴിക്കോടുള്ള ഒരു സ്കൂളാണ്. അതാ പറയുന്നത്, നിങ്ങൾ ആദ്യം മനസ്സിലാക്കി സ്കൂൾ സൈക്കോളജിസ്റ്റ് ആണ് കുട്ടികൾ അഫെയർ അങ്ങനെയല്ല. കുട്ടികൾക്ക് പഠനത്തിൽ പിന്നോട്ട് വെക്കാൻ എന്തോ ആവാം. ചിലപ്പോൾ കുട്ടി അബ്യൂസ് നേരിടുന്നുണ്ടാവാം, അല്ലെങ്കിൽ കുട്ടി വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമാവാം, അല്ലെങ്കിൽ പഠനത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടാവാം, ടീച്ചേഴ്സിനോട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാം. ഇതൊക്കെ മനസ്സിലാക്കി അത് പരിഹരിക്കാൻ സഹായിക്കുന്നവരാണ് സ്കൂൾ സൈക്കോളജിസ്റ്റ്. This situation call out for the changes to be brought about the higher education curriculum, emphasizing on need of introduce specialization course of school psychology to better prepare students in their role as school counselors. 37 കോടി കുട്ടികൾ പഠിക്കുന്നുണ്ട്, അല്ല കുട്ടികളുണ്ട്, അവരൊക്കെ സ്കൂളിൽ പോകുന്നുണ്ട്. അപ്പൊ അവരുടെ മെന്റൽ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാൻ ഇപ്പോഴും എന്താ പറയാ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, സ്കൂൾ സൈക്കോളജി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളൊക്കെയാണ് അപ്ലൈ ചെയ്തത്. അതുകൊണ്ട് തന്നെ സ്കൂൾ സൈക്കോളജിസ്റ്റിന്റെ ആവശ്യകത അത്യാവശ്യമാണ്. അങ്ങനെയാണ് സ്കൂൾ സൈക്കോളജിയുടെ നീഡ് ആൻഡ് റെലവൻസ് വരുന്നത്. In the present time, there have been many changes. Example in the COVID-19 situation that have greatly impacted the education sector, forcing all the schools and colleges to go for online teaching and learning. New sets of issues are likely to arise owing to the forced homeschooling at almost a whole academic year for children. അപ്പൊ കുറച്ചുകൂടി സ്കൂൾ സൈക്കോളജിസ്റ്റിന് ആവശ്യകത ആയിട്ടോ. കാരണം എന്താ, കോവിഡ് വന്നപ്പോഴത്തേനും ഓൺലൈനായി വീട്ടിലിരുന്ന് പഠിത്തമായി. ഇപ്പോഴും ഞങ്ങളത്തെ കുട്ടികൾ വരുമ്പോൾ കുട്ടികൾക്ക് ലേണിംഗ് ഡിസബിലിറ്റി ആണോ, അല്ലെങ്കിൽ സ്ലോ ലേണിംഗ് ആണോ, അല്ലെങ്കിൽ ബേസ് ഇല്ലാത്ത പ്രശ്നമാണോ എന്നാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. പല കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും അറിയില്ല, ബേസ് ഇല്ലായിട്ട് സ്കൂളിൽ പോയിട്ടില്ല ഒരു 2 വർഷം. ഇപ്പൊ കുറച്ചുകൂടി ആവശ്യകത വന്നു. Along with the school teachers, school psychologists will have to be more aware of new variants of behavioral patterns in students that are likely to emerge post COVID-19 when the schools resume to offline schooling. Offline ആകുമ്പോൾ കുറെ കൂടി സ്കൂൾ സൈക്കോളജിസ്റ്റിനെ മനസ്സിലാവാൻ പറ്റുള്ളത് ബിഹേവിയർ പാറ്റേൺസ്. മിക്ക കുട്ടികളും ഫോൺ അഡിക്ഷനിൽ വന്നിട്ടുണ്ട്. കാരണം പുറത്തൊന്നും ഇറങ്ങാതിരിക്കാൻ അമ്മമാരാണ് ഏറ്റവും വലിയ വഴി. ഫോൺ അങ്ങ് കൊടുക്കുക, അവിടെ ഇരുത്തിക്കുക. അഡിക്ഷൻ വന്നിട്ടുണ്ടാവും. എത്രയോ ചെറിയ കുട്ടികളുടെ കയ്യിൽ സ്വന്തം ഫോണായി. ഇതുകൂടി മനസ്സിലാകും. ടീച്ചേഴ്സിന് അപ്പുറത്തോട്ട് സ്കൂൾ സൈക്കോളജിസ്റ്റിന്റെ ആവശ്യകത ആട്ടോ പറയുന്നത്. ഇൻട്രൊഡക്ഷൻ ടു സ്കൂൾ സൈക്കോളജി ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അസൈൻ ടു ദാറ്റ് പൊസിഷൻ ആൻഡ് റിക്വയർ എ സെറ്റ് ഓഫ് മിനിമം ക്വാളിഫിക്കേഷൻ ബീങ് എ സ്പെഷ്യലൈസ്ഡ് ഏരിയ. കണ്ടോ, സ്കൂൾ സൈക്കോളജിസ്റ്റ് വരെയാണ് അതിനൊരു മിനിമം ക്വാളിഫിക്കേഷനിൽ അസൈൻ ചെയ്യാണ്. ഓൾസോ വി come to rely more heavily on the online platform for service delivery. Accessibility of mental health service will have a new experience. The success of online counseling and or therapy service can help break the barriers to stigma that prevented many schools to approach the school counselors during school hours. കണ്ടോ, അപ്പൊ ഓൺലൈൻ പ്ലാറ്റ്ഫോമോ ആയിക്കഴിഞ്ഞു കുറെ ഓൺലൈനിൽ. അപ്പൊ സ്കൂൾ അവേഴ്സ് അല്ലാത്ത സമയത്ത് നമുക്ക് ഓൺലൈൻ, അപ്പൊ സ്കൂളിലൊക്കെ കൊടുക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോയിട്ട് ഓഫ് ഡേയോ അല്ലെങ്കിൽ സ്കൂള് വിട്ടു പോയിട്ടൊക്കെ അല്ലാത്ത സമയത്ത് നമുക്ക് കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കാവുന്ന രീതിയിലും ഇന്ന് ടെക്നോളജി വളർന്നിട്ടുണ്ട്. The establishment of discipline is also dependent upon the developing status of the country. The specialized field of school psychology is very well established in the Western countries with a well-structured training programs, specialized academic courses like license and practice. ഇങ്ങനൊരു സ്കൂൾ സൈക്കോളജി എന്നൊരു ഫീൽഡ് വരാണെങ്കിൽ വെൽ സ്ട്രക്ചർഡ് ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ കൊണ്ടുവന്ന് ഇന്ത്യയിൽ ഇപ്പോഴും വരുന്നുണ്ട് കേട്ടോ സ്പെഷ്യലൈസേഷന് ബുദ്ധിമുട്ട്. പക്ഷെ പുറം നാട്ടിലൊക്കെ ഉണ്ട്. ഞാൻ ഇന്നലെ അഡോളസൻസിന് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ഒരു സ്കൂളിൽ പോയിരുന്നു. റിവ്യൂ പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ മെൻസ്ട്രുവേഷനെ പറ്റിയിട്ടും അതിന്റെ നോർമലൈസ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞു. കുട്ടികൾ പറഞ്ഞു ഇങ്ങനൊരു ക്ലാസ് ഞങ്ങൾക്ക് അത്യാവശ്യമായിരുന്നു. കാരണം ഈ മെൻസ്ട്രുവേഷനൊക്കെ എന്തോ ആയിട്ടാണ്, എസ്പെഷ്യലി മിക്സഡ് സ്കൂളിലൊക്കെ. അതാണ് ഈ സ്കൂൾ സൈക്കോളജിസ്റ്റ് പ്രത്യേകത. സെക്സ് എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ മെൻസ്ട്രുവേഷനെ പറ്റിയിട്ട്, അതുപോലെ തന്നെ ബോയ്സിന് ഉണ്ടാവുന്ന സ്പെർമാർക്ക് അല്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ, അവർക്ക് ഉണ്ടാവുന്ന എസ്പെഷ്യലി അഡോളസൻസ് പ്രായത്തിലൊക്കെയുള്ള ട്രോമകളൊക്കെ ശരിക്കും ആ സ്പെഷ്യലൈസ്ഡ് ഫീൽഡ് വേണം. In India, the issue of licensing remaining pending for all other specialization of psychology except clinical. ഇപ്പോഴും ലൈസൻസ് ക്ലിനിക്കൽ സൈക്കോളജിക്ക് മാത്രമാണുള്ളത്, ബാക്കിയൊക്കെ പെൻഡിങ്ങിലാണ്, വൈകാതെ വരും എന്നാണ്. നമുക്ക് പഞ്ചായത്തിൽ നിന്നാണ് ലൈസൻസുകൾ കിട്ടുന്നത്, പാരാമെഡിക്കൽ ലൈസൻസുകളാണ് കിട്ടുന്നത്. അല്ലാതെ എല്ലാ ഇന്ത്യയുടെ ഒരു റെക്കഗ്നൈസ്ഡ് ലൈസൻസ് ഇപ്പോഴും പെൻഡിങ് ആണ്. ക്ലിനിക്കൽ സൈക്കോളജിക്ക് RCA കൊടുക്കുന്ന ലൈസൻസ് മാത്രമാണ് ഉള്ളത്. Conscious effort need to be made in this tradition to ensure the development of appropriate training standards of school psychology. ശരിക്കും ഡെവലപ്പ് ചെയ്യണം, അപ്രോപ്രിയേറ്റ് ട്രെയിനിങ് സ്റ്റാൻഡേർഡ്സും ഡിസിപ്ലിൻ ആയിട്ട് ഒരു വളർത്തിയെടുക്കണം, ലൈസൻസ് ഒക്കെ കൊണ്ടുവരണം. Professionalizing of school psychology as a discipline in India hence become an agenda that need to be addressed on a priority കൊടുത്തിട്ട്. കാരണം ഒരു കുഞ്ഞ് ഒരു 3-4 വയസ്സ് മുതൽ
ഒരു 19-20 വയസ്സ് വരെ അവരുടെ ജീവിതത്തിലും സിംഹഭാഗവും ചെലവഴിക്കുന്നത് സ്കൂളിലും കോളേജിലാണ്. സോ അവരുടെ മിക്ക പ്രശ്നങ്ങളും ഒക്കെ അവിടെ തന്നെയാണ്. സോ അത് അവിടെ തന്നെ തീർക്കാൻ ശരിക്കും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരാള് വേണം. There is thus an urgent need of professionalizing school psychology as an academic discipline owing to these stated factors. ഈ ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രൊഫഷണൽ ആയിട്ടുള്ള സ്കൂൾ സൈക്കോളജിസ്റ്റ് വേണമെന്ന് പറയുന്നത്. ദ അലാർമിംഗ് റേറ്റ് ഓഫ് സ്റ്റുഡൻറ് സൂയിസൈഡ് ഇൻ ഇന്ത്യ, ഏറ്റവും കൂടുതൽ സൂയിസൈഡ് കുട്ടികൾ ചെയ്യുന്നുണ്ട്. Increasing demands that are likely to be made on professional mental health service after implementation of NEP. The demand was NEP implement ചെയ്തതിനു ശേഷം mental health professional വേണം എന്നാണ്. Emerging new role of psychologists as online therapist counselors in the present time. Online item വേണം. The professional overlaps among psychologist specialization that is further creating more confusion image of school psychologists. ഒരിക്കലും ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പോയിട്ട് സ്കൂൾ സൈക്കോളജിസ്റ്റ് ആവരുത്. അതൊക്കെ വേറെ 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 വിഭാഗം തന്നെയാണ്. ഒരു ഡെവലപ്മെന്റൽ സൈക്കോളജിയോ അല്ലെങ്കിൽ സ്കൂൾ സൈക്കോളജി സ്പെഷ്യലൈസ് തന്നെ ആവണം. സാധാ ഒരു കൗൺസിലർക്ക് പിന്നെയും പോയിട്ട് ചെയ്യാം, പക്ഷെ ഒരിക്കലും ഒരു ക്ലിനിക്കൽ അതാണ് പറയുന്നത്, സ്പെഷ്യലൈസേഷൻ ശരിക്കും കൊണ്ടുവരണം. ഇന്ത്യയിൽ അതിപ്പോഴും ബുദ്ധിമുട്ടാണ്. ഓരോരുത്തരാണ്. സ്പോർട്സ് സൈക്കോളജിസ്റ്റ് സ്പോർട്സ്മാന്റെയും അവിടെ കോച്ചസിന്റെയും കാര്യങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇന്ത്യയിൽ അത് ഇപ്പോഴും വന്നിട്ടില്ല, വരണം. കാരണം അത്രയും സൂയിസൈഡ്, എനിക്ക് സൂയിസൈഡ് റേറ്റിന്റെ അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്നത് മറ്റേ ഡ്രഗ് അബ്യൂസ്. ഈ അടുത്ത് എന്റെ പഞ്ചായത്തില് ഒരു കുട്ടി ഡ്രഗ് അബ്യൂസ് കാരണം സൂയിസൈഡ് ചെയ്തു. MDMA അഡിക്റ്റ് ആയിരുന്നു. പറഞ്ഞു വന്നത് എന്താണ് നീഡ് ആൻഡ് റെലവൻസ് എന്നാണ്. ഇന്ത്യയിൽ 121 കോടി ആളുകളിൽ 37.24 കോടിയും കുട്ടികളാണ് 0 to 14. അവരൊക്കെ സ്കൂളിലും പോകുന്നുണ്ട്, അവർ മെജോറിറ്റി സ്കൂളിൽ പോകുന്നുണ്ട്. കാരണം സർവശിക്ഷാ അഭിയാൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ ഇത്രയും കുട്ടികൾ ഇത്രയും സമയം ചെലവഴിക്കാം. സോ അവരുടെ മെന്റൽ ഹെൽത്ത് നോക്കേണ്ട ബാധ്യത ഉണ്ട്. സോ ഇവിടെ സ്പെഷ്യലൈസേഷൻ ഇല്ല, സ്പെഷ്യലൈസേഷൻ കൊണ്ടുവരണം ഇന്ത്യയിൽ. എന്നാൽ മാത്രമേ അങ്ങനെ സ്പെഷ്യലൈസേഷൻ എടുത്ത് ആളുകൾ പഠിച്ചിറങ്ങുകയും ഫ്രഷേഴ്സ് ആ ഭാഗത്തേക്ക് പോയി സ്കൂൾ സൈക്കോളജി നമുക്ക് ഹിസ്റ്ററി ഒക്കെ പഠിക്കുമ്പോൾ മനസ്സിലാവും. വെറും ഒരു കുട്ടിയുടെ മാനസിക പ്രശ്നമല്ല കേട്ടോ, ആ കുട്ടീനെ ഉന്നമനത്തിലെത്തിക്കുക, കുട്ടികളുടെ കഴിവ് കണ്ടെത്തുക, ഇതൊക്കെയാണ് സ്കൂൾ സൈക്കോളജിസ്റ്റ് ചെയ്യുക. ക്രിയേറ്റിവിറ്റി കണ്ടെത്തുന്നത്, ആ കുട്ടികളെ റിക്രൂട്ട് ചെയ്യാം, ലൈക്ക് ശാസ്ത്രമേളയ്ക്ക് കൊണ്ടുപോകാനും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ സ്കൂളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാം. നല്ല വ്യത്യാസം ഉണ്ടാവും. ഒരു പ്രോമിനൻസ് ഓഫ് സ്കൂൾ സൈക്കോളജിസ്റ്റ് ഓരോ സ്കൂളുകളിലും. നമ്മൾ ഏതൊക്കെയൊക്കെ സ്കൂളുകളിലുണ്ട്, പക്ഷെ എനിക്ക് അറിയില്ല ക്വാളിഫിക്കേഷൻ എന്താണെന്നും അറിയില്ല. പക്ഷെ ചില ഇസ്ലാമിക് സ്കൂൾസും അതുപോലെ റിലീജിയസ് ബേസ്ഡ് സ്കൂൾസിലൊക്കെ ഈ പറയുന്ന പോലെ കോപ്രായം കാണുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും അത്തരത്തിലുള്ള കോപ്രായം കാണുകയാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളോട് പറഞ്ഞത്, ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തോളാം. കാരണം ആ കുട്ടീനെ വിളിച്ച് പറഞ്ഞു, മാം എനിക്ക് ചെറിയൊരു അഫയർ ഉണ്ടായിരുന്നു, ഈ സ്കൂൾ സൈക്കോളജിസ്റ്റ് എന്നെ വിളിച്ചിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുകയാണ്, അതായത് വീട്ടിൽ പറയും എന്നൊക്കെ പറഞ്ഞിട്ട് ബുദ്ധിമുട്ടിക്കുകയാണ്. അപ്പൊ ഞാന് വിളിച്ച് എന്നെ പറഞ്ഞു, ഇനി വിളിച്ചു പറഞ്ഞത് പോലെ നേരിട്ട് പോയി കാണുകയും ചെയ്തു. കാണുന്നത് ആ കൗൺസിലർ സംസാരിച്ചപ്പോ തന്നെ എനിക്ക് മനസ്സിലായിട്ടോ, ആൾക്ക് ഒട്ടും വിദ്യാഭ്യാസം ഇല്ല, അല്ലെങ്കിൽ ഒട്ടും കോമൺ സെൻസ് പോലും ഇല്ല എന്നുള്ളത്. അഡോളസൻസ് പീരീഡിലൊക്കെ ഇൻഫാക്ച്വേഷൻ നോർമലാണ്, വന്നിരിക്കും. അത് നമ്മൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഡീൽ ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു രീതി പഠിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ കുട്ടികൾക്ക് കൂടുതൽ അവയർനെസ് കൊടുക്കുക, സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുക, ഇതൊക്കെയാണ് ഒരു സ്കൂൾ സൈക്കോളജിസ്റ്റിന് വേണ്ടത്, അത്യാവശ്യമാണെന്നാണ്. ഓക്കെ ആണോ? പറഞ്ഞത് ഓക്കെ ആണോ? അപ്പോ ഇന്ന് ഇത്രയും മതി. ഈ നാളത്തോടെ ഈ ചാപ്റ്റർ, ഫസ്റ്റ് ചാപ്റ്റർ തീർക്കണം. ഒരു ക്ലാസ് കൂടി നമുക്ക് ആവശ്യമുണ്ട്, ഫ്രീ ക്ലാസ് ആയിട്ട്. ചിലപ്പോൾ നാളെ ഉണ്ടാവും, അല്ലെങ്കിൽ അടുത്ത ദിവസമായിരിക്കും ഉണ്ടാവുക. ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. നാളെ അല്ലെങ്കിൽ അടുത്തൊരു ദിവസം നമ്മൾ വീണ്ടും കാണും. എല്ലാവർക്കും മനസ്സിലായോ ജസ്റ്റ് എന്താണ് സ്കൂൾ സൈക്കോളജി എന്നും അതിന്റെ നീഡ് ആൻഡ് റെലവൻസ് എന്താണെന്നുള്ളത് മനസ്സിലായി? എല്ലാവരും ഒന്ന് പറയണേ, മനസ്സിലായോ? നമുക്ക് കുറച്ചുകൂടെ വിശദമായിട്ട് സംസാരിക്കേണ്ടതുണ്ട്. ഹിസ്റ്ററി ഒക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ വിശദമായിട്ട് സംസാരിക്കാം. Hope the class was productive and informative. കാണാം. Bye. Thank you, ma'am.